വടകര എഡ്യൂക്കേഷണൽ സഹകരണ സംഘം നേതൃത്വത്തിൽ കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി വടകര MP ഷാഫി പറമ്പിൽ ഓൺലൈനായി നിർവഹിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. +2 ശേഷം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിലേക്കും തൊഴിൽ മേഖലയിലേക്കും കൃത്യമായ ദിശാബോധവും അറിവും നൽകുന്നതിനായി വടകര എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി വടകര MP ഷാഫി പറമ്പിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ. ഇത് നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കണം, കാണണം. നമ്മുടെ വടകര എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ഇപ്പം നടക്കുന്ന കരിയർ ഗൈഡൻസിനെ സംബന്ധിച്ചൊക്കെ അവിടെ വന്ന് സംസാരിക്കണം, പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ വളരെ അവിചാരിതമായി പാർട്ടിയുടെ കേരളത്തിലെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റുവാങ്ങാനുള്ള ഒരു നിയോഗം ലഭിച്ചു. അതിനെ സംബന്ധിച്ചുള്ള മീറ്റിങ്ങിന് ആദ്യം തിരുവനന്തപുരത്ത് പോയി പെട്ടെന്നായിരുന്നു ഡൽഹിയിലേക്കുള്ള കോള് വന്നത്. ഇപ്പം ഞങ്ങൾ ഡൽഹിയിലാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നേരിട്ട് എത്താൻ കഴിയാതെ പോയത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നേരിട്ടുള്ള ആശംസയായിട്ട് കണക്കാക്കണം. നിങ്ങൾക്ക് എല്ലാവരുടെയും അനുമതിയോടെ ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ സ്നേഹഭാവങ്ങളും ചേർന്ന് ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി നിർവഹിക്കുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു മുഖ്യാതിഥിയായ ചടങ്ങിൽ ഷാഫി പുൽപ്പാറ ക്ലാസ് കൈകാര്യം ചെയ്തു. സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C വത്സലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VK പ്രേമൻ, NK രവീന്ദ്രൻ, റീജ K, ബാബു കരുവിലോടി, ബാബു ചാത്തോത്ത്, ബിജുൽ ആയാടത്തിൽ, KK മുരുകദാസ്, സജിനി IK, ഗിരീഷ്, ഡോക്ടർ KP അമ്മുക്കുട്ടി, പ്രൊഫസർ M വിജയലക്ഷ്മി, സുബിത് CK, ആയിഷ റിസ്ന, കിഷോർ കാന്ത് മുയ്പോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കും ഇനി റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഏതു തരം കോഴ്സാണ് ഉന്നത പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അങ്ങനെ വരുമ്പോൾ ഒരു പതർച്ച മനസ്സിന് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതിൽ പല വിധത്തിലേക്കും നമ്മൾ അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന കോഴ്സിനേക്ക് കുട്ടികളെ ചേർക്കുന്ന അവസ്ഥ ഇന്നും കണ്ടുവരുന്നുണ്ട്. രക്ഷിതാക്കളുടെ താല്പര്യം ഒരുപക്ഷെ കുട്ടി +2 പഠനത്തിന് ശേഷം ഇനി അങ്ങോട്ടേക്കുള്ളത് എഞ്ചിനീയറിംഗ് മേഖല, അല്ലെങ്കിൽ ഡോക്ടറാവാനോ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കോഴ്സ് എന്നുള്ള രീതിയിലേക്ക് രക്ഷിതാവിൻ്റെ സമ്മർദ്ദപ്രകാരം കുട്ടി ആ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഘട്ടം, ആ ഘട്ടത്തിലേക്ക് എത്തിയ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് ചെറിയ പ്രയാസം, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ തരണം ചെയ്ത ഒരുപാട് കുട്ടികളെ പിന്നെ തിരുത്തിക്കൊണ്ട് കുട്ടികൾ ആഗ്രഹിച്ച രീതിയിലേക്കുള്ള കോഴ്സിലേക്ക് എത്തിപ്പെട്ട സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.